വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ കേസൊക്കെ ആയിരുന്നു പറഞ്ഞത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ, ഈക്വൽ പൊട്ടൻഷ്യലുള്ള സർഫസ്. ഇപ്പോൾ നമ്മളൊരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇതിന് ചുറ്റും നമ്മളിപ്പോൾ ഇങ്ങനൊരു ഇതിനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ വരക്കുകയാണെങ്കിൽ ചാർജ് സെൻട്രലാണ്. പോയിന്റ് ചാർജിൻ്റെ കേസിൽ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല 1/4πε0Q/r എന്നാണ് അല്ലേ. അപ്പോൾ ഇതിനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് നമ്മളൊരു സ്ഫിയർ വരച്ചാൽ ഈ ഡിസ്റ്റൻസ് ഒക്കെ ആറാണ്, എല്ലാ ഡിസ്റ്റൻസും ആറാണ് വരിക. ഓക്കെ, അതുകൊണ്ട് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ 1/4πε0Q/r, ഇവിടെയും 1/4πε0Q/r, ഇവിടെയൊക്കെ പൊട്ടൻഷ്യൽ 1/4πε0Q/r തന്നെയാണ് വരിക. എന്ന് വെച്ചാൽ ഈ സ്ഫിയറിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ വെരി പോയിന്റ് ഓൺ ദ സ്ഫിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്ഫിയറിനെ നമുക്കൊരു സ്ഫിയറിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ ആ സ്ഫിയറിനെ നമുക്ക് പൊട്ടൻഷ്യൽ സെയിം ആയ ഒരു സർഫസ് ആണത് അല്ലേ. സോ ഈ സ്ഫിയറിൻ്റെ മുകളിലല്ല, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ, ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഇങ്ങനൊരു അതിനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഒരു സ്ഫിയർ വരച്ചാൽ ആ സ്ഫിയറിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഈ സ്ഫിയറിനെ നമുക്കൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കാം. ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്, പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സോ പോയിന്റ് ചാർജിൻ്റെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് മാത്രമല്ല, വേറെ ഇവിടെയും വരക്കാലോ. ഇത് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അത് കറക്റ്റ് സ്ഫിയർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമുക്ക് എത്ര വേണമെങ്കിലും വരച്ച് പോയിക്കൂടെ? വരക്കാം. ഓക്കെ, ഇനി ഒരു ചാർജിൻ്റെ, അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര വേണമെങ്കിലും വരച്ച് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ വരക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും, ഒരു ചാർജ് വെച്ചാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അടുത്താണ്. ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അത്രയും നിയറസ്റ്റ് പോയിന്റിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ. അത് പോസിറ്റീവ് ചാർജ് ആയാലും ശരി, നെഗറ്റീവ് ചാർജ് ആയാലും ശരി, ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ നിയറസ്റ്റ് പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ. ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ ക്ലോസ് ആക്കി കാണിക്കണം, എന്നാൽ അടുത്തടുത്ത് കാണിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ചാർജിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ലൈൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇത് അടുത്തൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒക്കെ വളരെ ക്ലോസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ ക്ലോസ് ആയി കാണിക്കണം ചാർജിൻ്റെ അടുത്ത്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്ലോസ് ആണെങ്കിൽ അർത്ഥം, വളരെ അടുത്തായി കാണിച്ചാൽ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലാണ്. അകലത്തേക്ക് പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടി കാണിക്കുക. ഇതൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അകലത്തേക്ക് പോകുമ്പോൾ ഗ്യാപ്പ് കൂടുന്നതിന് അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ വെരി ക്ലോസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒക്കെ വളരെ ക്ലോസ് ആണെങ്കിൽ the electric field in that region is strong. And if equipotential surface are far apart, equipotential surface തമ്മിലുള്ള അകലം കൂടുന്തോറും അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് വീക്കായി വരും, ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണ്. ഇനി ഇവിടെ നമ്മൾ ഇതൊക്കെയാണല്ലോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. ഇത് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്താ വരിക? തൽക്കാലം പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവേ ആണ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് എവേ ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്, ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇലക്ട്രിക് ഫീൽഡും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക. അപ്പോൾ ഞാനിപ്പോൾ 3 പോയിന്റ് പറഞ്ഞു. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയ ഒരു സർഫസ്. അത് പോയിന്റ് ചാർജിൻ്റെ കേസിൽ അതിനെ സെൻറ്ററിൽ വെച്ചുകൊണ്ട്
സ്ഫിയർ വരച്ചാൽ ആ സ്ഫിയർ ആയിരിക്കും അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പോയിന്റ് ചാർജിന്റെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സ്ഫെറിക്കലാണ്. പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എല്ലാം വളരെ ക്ലോസ് ആണെങ്കിൽ അർത്ഥം, അടുത്തടുത്ത് ആണെങ്കിൽ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ്. അപ്പോൾ പോയിന്റ് ചാർജിന്റെ കേസ് ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ അതിന്റെ അടുത്താണ്. അപ്പോൾ അവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ അടുത്തടുത്ത് കാണിക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള അകലം കൂടുന്തോറും അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരുന്നു, ഇലക്ട്രിക് ഫീൽഡ് വീക്കായി വരുന്നു. ഇനി ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ സ്ഫിയറിക്കലാണ്, ഇതാണ് നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് രണ്ട് പോയിന്റിൽ തമ്മിൽ പൊട്ടൻഷ്യൽ എന്താണ് സെയിം ആണ്. ഈ രണ്ട് പോയിന്റ് തമ്മിൽ പൊട്ടൻഷ്യൽ സെയിം ആണ്. പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ഡിഫറൻസ് ഇല്ല ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജ് വേറൊരു ചാർജിനാ, ഒരു Q0 എന്ന് പറയുന്നത് വേറൊരു ചാർജ് വിചാരിക്കും, ഒരു ടെസ്റ്റ് ചാർജ് വിചാരിക്കും. അതിനെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ്. അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു പോയിന്റ് ചാർജ് വേറൊരു ചാർജിനെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ ചാർജിന്റെ സെൻട്രലിലുള്ള ചാർജിന്റെ ഇതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ വേറൊരു ചാർജിനെ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പൊട്ടൻഷ്യൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ W ബൈ മൂവ് ചെയ്യുന്ന ചാർജ് ഏതാണ്? Q0 ആണ്. ഈ രണ്ട് പോയിന്റിൽ പൊട്ടൻഷ്യൽ സെയിം ആണ്, അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്, ഈക്വൽ W ബൈ Q0. സോ W ഈക്വൽ ടു ഇത് അൾട്ടിമേറ്റ് 0 ആവും അല്ലേ? എന്താ അപ്പോൾ എന്താ മനസ്സിലായേ? ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിന്റെ, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരുന്നു. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ വേറൊരു ചാർജിനെ മൂവ് ചെയ്യാൻ വർക്ക് 0 ആണ്. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ വർക്ക് 0 ആണ്. ഫോർ വർക്ക് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വർക്ക് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി അതൊരു കാര്യം. ഇനി നമ്മൾ പറഞ്ഞു ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെ വരച്ചെന്ന് വെച്ചു. ഇത് ഞാൻ പറയുകയാണ് ഇതും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറയുന്നു. തെറ്റാണ്. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ക്രോസ് ചെയ്യൂല. ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ക്രോസ് ഈച്ച് അതർ. കാരണം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു, നമുക്കറിയാം, മുന്നേ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ, ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷനേ ഉണ്ടാവും അല്ലേ? അപ്പോൾ രണ്ടെണ്ണം തമ്മിൽ ക്രോസ് ചെയ്താൽ, ഇപ്പൊ നമ്മൾ വേറൊരു പോയിന്റ് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് പഠിച്ചു. അപ്പോൾ ഈ പോയിന്റിലാണ് ഇവർ ക്രോസ് ചെയ്യുന്നത്. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആയത്. ആദ്യത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇതാണ് അല്ലേ? അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആദ്യത്തെ ഇക്വിപൊട്ടൻഷ്യൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരച്ചു. രണ്ടാമത്തെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊന്ന് പോകുന്നത് ഇങ്ങനെയല്ലേ? അതിന് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണ്ട ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ രണ്ടാമത്തത് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പോയത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമ്പോൾ ഇങ്ങനെ വരും. രണ്ടാമത്തിന് പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ രണ്ടാമത്തിന് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആദ്യത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ, രണ്ടാമത്തേനും പെർപെൻഡിക്കുലർ. അപ്പോൾ ഒരു പോയിന്റിൽ ആദ്യത്തേനും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കാം, രണ്ടാമത്തേനും പെർപെൻഡിക്കുലർ ലൈൻ വരക്കാം. പെർപെൻഡിക്കുലർ ലൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. അങ്ങനെയാണ് ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ. അതെന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ക്രോസ് ചെയ്താൽ അർത്ഥം ആ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ ആദ്യത്തേനും രണ്ടാമത്തേനും പെർപെൻഡിക്കുലർ വരക്കാൻ പറ്റും. പെർപെൻഡിക്കുലർ കാണിക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോൾ ഒരു പോയിന്റിൽ ആദ്യത്തേനും പെർപെൻഡിക്കുലർ, ഇപ്പോഴത്തേനും പെർപെൻഡിക്കുലർ. അപ്പോൾ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരും. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് നെവർ ക്രോസ് ഈച്ച് അതർ. ഓക്കെ, സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ആ സർഫസിലുടനീളം പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ്
ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ വർക്ക് 0 ആണ്. അതിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വർക്ക് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് 0 ആണ്. പിന്നെ പറഞ്ഞത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒക്കെ വളരെ ക്ലോസ് ആണെങ്കിൽ, ഇഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആർ വെരി ക്ലോസ്, വളരെ അടുത്താണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആണ്. ആൻഡ് ഇഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ ഫാർ അപ്പാർട്ട്, ഇവർ തമ്മിൽ അകലം കൂടുന്നതിന്റെ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് വീക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് വീക്കാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്നത് ഒരു പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളായി വരച്ചു വെച്ചത്. അപ്പൊ അതൊക്കെ സ്ഫെറിക്കലാണ്. ഓക്കെ, യെസ്. ഇനി ഇത് പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ ആയിരിക്കും? ഡൈപോൾ എന്ന് പറയുമ്പോൾ -q ഉണ്ടാവും, +q ഉണ്ടാവും, സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഇതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കണം. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് സ്ഫെറിക്കലായി വരച്ചു പോകാനല്ല. പോയിന്റ് ചാർജിന്റെ കേസിൽ സ്ഫെറിക്കലാന്ന് പറഞ്ഞു. ഇതിപ്പോ ഡൈപോൾ എന്ന് പറയുമ്പോൾ -q +q ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അടുത്തടുത്ത് വരക്കണം. ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞ സ്ഥലത്ത് അവരവരുടെ ഗ്യാപ്പ് കൂട്ടണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് മോർ ക്രൗഡഡ് ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, അങ്ങനല്ലേ? അപ്പോൾ ഈ -q +q നമ്മൾ ജസ്റ്റ് ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് -qന്റെ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ആയിരിക്കും, അതിന്റെ അടുത്തായിരിക്കും. -qന്റെ ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ അടുത്തേക്കായിരിക്കും. +qന്റെ ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഉണ്ടാവുമല്ലോ. +qന്റെ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോൾ പോസിറ്റീവിൽ നിന്ന് എവേ, അതിൽ നിന്ന് എവേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തന്നെ. അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ ഈ സ്ഥലത്ത് ഇതിന്റെ ഈ ഭാഗത്ത് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ടോട്ടലി ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ്. ഈ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കിയാലോ, ചാർജിന്റെ ഈ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ, -qന്റെ ഇലക്ട്രിക് ഫീൽഡ് -qന്റെ അടുത്തേക്ക്, -qന്റെ ഇലക്ട്രിക് ഫീൽഡ് -qന്റെ അടുത്തേക്ക്, +qന്റെ ഇലക്ട്രിക് ഫീൽഡും ഇവിടെ വരും. പോസിറ്റീവ് ആയതുകൊണ്ട് അതിൽ നിന്ന് +qവിൽ നിന്ന് എവേ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് വരിക. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ E1 - E2 അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ആകുന്നതുകൊണ്ട് വളരെ കുറയും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് കുറഞ്ഞു പോലെ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് രണ്ടും ഒരേ ഡയറക്ഷൻ വരുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഓർമ്മിച്ചോ, ബാക്കിയുള്ള ഈ സ്ഥലത്തെല്ലാം അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും, ഈ ഭാഗത്തെല്ലാം അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ, ഈ ഭാഗത്ത് ഏറ്റവും കുറവ് ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ ഇവിടെ ചെക്ക് ചെയ്താൽ +qന്റെ ഇലക്ട്രിക് ഫീൽഡ് +qവിൽ നിന്ന് എവേ, -qന്റെ ഇലക്ട്രിക് ഫീൽഡ് -qന്റെ അടുത്തേക്ക് വരും ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡയറക്ഷൻ, അപ്പൊ ആഡ് ചെയ്യണം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് വല്ലാതെ ഇൻക്രീസ് ആവും, ഇലക്ട്രിക് ഫീൽഡ് വളരെ കൂടുതലാണ് ഇവിടെ. ഈ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കിയാലോ, +qന്റെ ഇലക്ട്രിക് ഫീൽഡ് എവേ, -qന്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും, അത് ടുവേർഡ്സ് -qന്റെ അടുത്തേക്ക്. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറഞ്ഞു പോകും. അപ്പൊ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കുറവ്, ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ, ബാക്കിയെല്ലാം ഇവിടെയെല്ലാം ഇൻ ബിറ്റ്വീൻ അതിന്റെ അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഭാഗത്താണ് ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കുറവ്, ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ, ഈ ഭാഗത്ത് ഏറ്റവും കുറവ്, ആ രൂപത്തിലുള്ള. അപ്പൊ ആ ഐഡിയ വെച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരക്കണം? വളരെ ക്ലോസ് ആക്കി കാണിക്കണം. സോ -q +q. ഓക്കെ, ഇതിന്റെ ഈ ഭാഗത്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ, ഈ ഭാഗത്ത് ഏറ്റവും കുറവ്. അപ്പോൾ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചു, ഒന്നിങ്ങനെ വരച്ചു. അടുത്തത് വരക്കുമ്പോൾ ഈ ഭാഗത്താണല്ലോ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ, ഈ ഭാഗത്ത്. അപ്പൊ ഈ ഭാഗത്ത് വളരെ അടുത്ത് കാണിക്കണം, ഈ ഭാഗത്ത് ആണ് ഏറ്റവും കുറവ്. അപ്പൊ ഈ ഭാഗത്ത്, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ജസ്റ്റ് അകലം കൂട്ടി ഇവിടെ നല്ല സെപ്പറേഷൻ കാണിക്കണം. ഇവിടെ ഏറ്റവും ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ, ഈ ഭാഗത്ത് ഏറ്റവും കുറവ്, ആ രൂപത്തിൽ. ബാക്കി ഈ സ്ഥലങ്ങളിലെല്ലാം അതിന്റെ ഇടയിൽ. അടുത്തത് വരക്കുമ്പോൾ അടുത്തത് അകലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയല്ലോ. അപ്പൊ ഇതിനനുസരിച്ച് ഈ ഭാഗത്ത് വരുമ്പോൾ മോർ സെപ്പറേഷൻ കാണിക്കുക. ഓക്കെ, അതുപോലെ ഇതിൻ്റെ വരക്കുമ്പോൾ ഈ ഭാഗത്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ, അപ്പൊ ഇങ്ങനെ വരച്ച് ഈ ഭാഗത്തായിരുന്നു കൂടുതൽ, അപ്പൊ ഈ ഭാഗത്ത് മോർ ക്ലോസ്ഡ്, ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കുറവ്, അപ്പൊ ഇവിടെ ലാർജ് ഡിസ്റ്റൻസ് കാണിക്കുക. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ഇങ്ങനെ വരച്ച് പോകും.
അങ്ങോട്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കുറയും ഇവിടെ. ഓക്കെ, ആ രൂപത്തിൽ. പിന്നെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണമല്ലോ. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത് പ്ലസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡും വരും, മൈനസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡും വരും. ഈ സ്ഥലത്തെ പ്ലസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മൈനസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്ലസ് ക്യൂവിൻ്റെത് പ്ലസ് ക്യൂവിൽ നിന്ന് എവേ ആയിട്ടും മൈനസ് ക്യൂവിൻ്റെത് ടുവേർഡ്സ് ആയിട്ടെല്ലാം വരുമല്ലോ. അപ്പോൾ അവിടെയുള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാം. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂവിൻ്റെതും മൈനസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. രണ്ടിന്റെയും കൂടിയുള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാം. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പോയിന്റിൽ, ഈ ഓരോ പോയിന്റിലും, ഇത് ഇവിടെ മാത്രമല്ല, ഇതിന്റെ മുകളിലുള്ള ഓരോ പോയിന്റിലും പ്ലസ് ക്യൂവിന്റെ ഫീൽഡും വരും, മൈനസ് ക്യൂവിന്റെ ഫീൽഡും വരും. പ്ലസ് ക്യൂവിന്റെ എവേ മാർക്ക് ചെയ്തു, മൈനസ് ക്യൂവിന്റെ ടുവേർഡ്സ് മാർക്ക് ചെയ്തു ഇലക്ട്രിക് ഫീൽഡ്. രണ്ടിന്റെയും റിസൾട്ടന്റ് ഫീൽഡ് കാണുമല്ലോ. ആ റിസൾട്ടന്റ് ഫീൽഡ് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഓരോ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വരച്ച് പോവാം. നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെ വരച്ച് പോവാം. ലാസ്റ്റ് ഇതിങ്ങനെ വന്ന് ഇന്റർസെക്ട് ചെയ്യൂല എന്നല്ലേ പഠിച്ചത്. അപ്പോൾ ലാസ്റ്റ് ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയായി മാറും. ഡൈപോളിന്റെ കേസിൽ ഇങ്ങനെയാവും. ഇതിന് മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുക. ഇതുപോലെ അപ്പോൾ പോയിന്റ് ചാർജിൻ്റെത് ഇങ്ങനെയാണ്, ഡൈപോളിൻ്റെത് ഇങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. ഇതുപോലെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആരായിരുന്നു ഉണ്ടാക്കുക? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആളായിരുന്നു എ ഷീറ്റ് ഓഫ് ചാർജ്, ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്. ചാർജ്ഡ് ഷീറ്റ് ആണിത്, ഷീറ്റ്. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ് ഷീറ്റ് വിചാരിക്കാം. ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലേക്ക് പോയാലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ കാണിക്കുക, റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കുമല്ലോ. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവേ ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പാരലൽ ലൈൻസ് ആയിട്ടാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കാണിക്കുക. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നെഗറ്റീവ് ചാർജ് ഷീറ്റും വെക്കാം. നെഗറ്റീവ് ചാർജ് ഷീറ്റ് വെച്ചാൽ രണ്ടും വേണേൽ വെച്ചോ, ചാർജിന്റെ ഷീറ്റ് വെച്ചോ അവിടെ. അപ്പോൾ പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് എവേ, നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ടുവേർഡ്സ്, അതിൻ്റെ അടുത്തേക്കും. ചുരുക്കി പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എല്ലാവരുടെയും സെയിം ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പാരലൽ ലൈൻസ് ആയിട്ടാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാണിക്കണം. ഓക്കെ, കുറച്ച് മുന്നേ ഒക്കെ നമ്മൾ വരച്ചിരിക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പോയിന്റ് ചാർജിന്റെ കേസ് സ്ഫെറിക്കലൊക്കെ വരച്ചത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സ്ഫെറിക്കൽ എന്ന് ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. സ്ഫെറിക്കൽ ആയിട്ടുള്ള ഇങ്ങനെയല്ല ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എല്ലാം കാണിച്ചു. തെറ്റല്ലേ? കാരണം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ഇലക്ട്രിക് ഫീൽഡ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരേണ്ടത്. അപ്പൊ ഇങ്ങനെയൊന്നും വരച്ചാൽ ശരിയാവില്ല, പെർപെൻഡിക്കുലർ ആയിട്ടൊന്നും കിട്ടുമൊന്നുമില്ല. ഇങ്ങനെയൊന്നല്ല ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരക്കും? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടണം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലേ. അപ്പൊ ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആളാരാ? ഷീറ്റാണ്, ചാർജ്ഡ് ഷീറ്റാണ്. ഓക്കെ, അപ്പൊ ഷീറ്റ് ഇവിടെ ചാർജ്ഡ് ഷീറ്റ് ഒക്കെ ഉണ്ടെന്ന് അർത്ഥം. അതുണ്ടാക്കിയ ഫീൽഡായത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഷീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെ വെക്കുക. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് ആര്? ഫീൽഡ്. അപ്പൊ ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയാണ് വരക്കുക. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അർത്ഥം ഇതിന്റെ മുകളിൽ എല്ലാ പോയിന്റിലും
മുകളിലുള്ള ഇതിൻ്റെ മുകളിലുള്ള എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഈ വരച്ച സർഫസിലുടനീളം എല്ലാ സ്ഥലത്തും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതുപോലെ അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്പോൾ അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇവിടെ വരച്ചു. അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇവിടെ വരച്ചു. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കാണിക്കുക. ഓക്കെ, അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഞാൻ ഇവിടെ വരച്ചു. ഇങ്ങനെ എത്ര വേണേൽ വരക്കാലോ. അടുത്തത് ഇവിടെ വരച്ച തെറ്റായത്. കാരണം ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എല്ലാവരുടെയും സെയിം ആണ്. നമ്മൾ വേറൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ അടുത്താണ്. ഇത് രണ്ടുമാണ്. ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ ഇതിന്റെ മുകളിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇതിന്റെ മുകളിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇതിന്റെ മുകളിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം, അങ്ങനല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ വേറൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ ക്ലോസ് ആണെങ്കിൽ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ അകലം കൂടുതലാണ് അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കുറവ് എന്നുള്ളൊരു സംഭവം കിട്ടുക. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എല്ലാം സെയിം ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയി കിട്ടണമെങ്കിൽ ഇവിടെ ഇങ്ങനെ അടുത്താക്കി വരച്ചാൽ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് കൂടി. ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഗ്യാപ്പ് കൂട്ടി വരച്ചാൽ അർത്ഥം അതിന്റെ മീനിങ് ഇലക്ട്രിക് ഫീൽഡ് കുറവെന്നാണ്. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എല്ലാവരുടെയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവണമെങ്കിൽ ഈ ഗ്യാപ്പും ഒക്കെ സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ വരക്കാം? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള പാരലൽ ലൈൻസ് ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിന് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അടുത്തത് ഞാൻ ഇവിടെ വരച്ചു, ഇതേ ഗ്യാപ്പിൽ തന്നെ അടുത്തത് വരക്കണം. അതേ ഗ്യാപ്പ് കാണിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതേ ഗ്യാപ്പ് ഇതെല്ലാം സെയിം ആണെങ്കിൽ അർത്ഥം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും ഒക്കെ സെയിം ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിന്റെ മുകളിൽ ഓരോ പോയിന്റ് എടുത്താൽ ഈ പോയിന്റിലെല്ലാവരുടെയും ഇതിന്റെ മുകളിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം, ഇതിന്റെ മുകളിലെല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം, ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം. പക്ഷെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കൂല ഇവിടെ. ഇതിന്റെ മുകളിലെല്ലാവരുടെയും സെയിം ആണ്, ഇതിന്റെ മുകളിലെല്ലാവരുടെയും സെയിം ആണ്. അങ്ങനെയാണ്. ഇതിന്റെ മുകളിലെല്ലാവരുടെയും സെയിം ആണ്, പൊട്ടൻഷ്യൽ സെയിം ആണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. അതായത് ഇപ്പോൾ ഒരു പോയിന്റ് ചാർജ് വെച്ചാൽ ക്യൂ എന്നുള്ള ഒരു പോയിന്റ് ചാർജ് വെച്ചു, പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചോ. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവേ ആണ്. ഇതിന്റെ അടുത്ത് ഡിസ്റ്റൻസ് r, ഇവിടെയുള്ള പൊട്ടൻഷ്യലിന്റെ ഫോർമുല 1/4πε0 Q/r എന്നാണ്. അടുത്താകുമ്പം ചാർജിന്റെ അടുത്താകുമ്പോൾ r കുറവാണ്. r കുറവാകുമ്പോൾ അർത്ഥം പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അകലത്തേക്ക് പോകുമ്പോൾ r കൂടുന്നേരം r ഇൻക്രീസ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. എന്നാൽ ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതൽ, ഇവിടെ പൊട്ടൻഷ്യൽ കുറവ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അടുത്ത് r കുറഞ്ഞെടുത്ത് പൊട്ടൻഷ്യൽ കൂടുതൽ. പോസിറ്റീവ് ചാർജിന്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ എവേ ആയിട്ടല്ല ഇലക്ട്രിക് ഫീൽഡ്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ കൂടിയെടുക്കുന്നത്, പൊട്ടൻഷ്യൽ കുറഞ്ഞിടത്തേക്ക് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് എഴുതി, ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് എഴുതി, ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റ് എഴുതി. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എയും പൊട്ടൻഷ്യൽ അറ്റ് ബിയും ഈക്വലാണ്. ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പൊ ഇതായിരിക്കും ഹൈ പൊട്ടൻഷ്യൽ, അത് ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും. അവിടെ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്കാണല്ലോ ഫീൽഡ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യലേക്കാൾ ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. ഇനി ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഡി എടുത്താൽ അവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ ഏറ്റവും കുറവ്. കാരണം ഇവിടെ കൂടുതൽ, അവിടെ കുറവ്. ഹൈ ടു ലോ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ
പൊട്ടൻഷ്യൽ അറ്റ് ഡി വരും. അപ്പോൾ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു പോയിന്റ് എ, ഇവിടെ ഒരു പോയിന്റ് ബി, ഇവിടെ ഒരു പോയിന്റ് സി, ഇവിടെ ഒരു പോയിന്റ് ഡി, ഇങ്ങനെ കൊടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ് വരുന്നത്. ഇത് രണ്ടും ഒരേ ലെവലിലായതുകൊണ്ട് പൊട്ടൻഷ്യൽ സെയിമാണ്. ഇവിടെ ആയിരിക്കും പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ, കാരണം ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതൽ, ഇവിടെ പൊട്ടൻഷ്യൽ കുറവ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത പോയിന്റ്സിൽ എയിലും ബിയിലും ഒരേ ലെവലിൽ ഇങ്ങനെ ഒരേ ലെവലിൽ വരുന്നതുകൊണ്ട് ഇത് പൊട്ടൻഷ്യലാണ്, പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇത് ഇങ്ങനെ വരുമ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി ആണ്. ഇനി ഈ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ അറ്റ് സിനേക്കാൾ കൂടുതലാണ്, കാരണം ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ലോ പൊട്ടൻഷ്യലിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും. ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് പറയുമ്പോൾ ഈ ഫീൽഡ് അങ്ങോട്ടാണ്, അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതൽ, ഇവിടെ കുറവ്, ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ അറ്റ് ഡി. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ്സിൽ പൊട്ടൻഷ്യൽ ഏറ്റവും മിനിമം ഡിയിലാണ്, പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. ഓക്കെ, ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു പോസിറ്റീവ് ചാർജുള്ള ഷീറ്റ്, ഇതൊരു നെഗറ്റീവ് ചാർജുള്ള ഷീറ്റ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാക്കണം. അപ്പോൾ അങ്ങോട്ട് പോകുന്നതോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ, ഇവിടുന്ന് അങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ പോസിറ്റീവിന്റെ അടുത്താണ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ, നെഗറ്റീവിന്റെ അടുത്ത് അവിടെയാണ്, അങ്ങോട്ടേക്കല്ല ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ അവിടെയാണ് പൊട്ടൻഷ്യൽ ഏറ്റവും കുറവ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഏറ്റവും ഹൈ, ഇവിടെ പൊട്ടൻഷ്യൽ ഏറ്റവും ലോ, നെഗറ്റീവിന്റെ അടുത്ത്. ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. കാരണം പോസിറ്റീവിന്റെ അടുത്ത് പൊട്ടൻഷ്യൽ ഹൈ, നെഗറ്റീവിന്റെ അടുത്ത് പൊട്ടൻഷ്യൽ ലോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്, ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ശരി.